സംസ്ഥാനത്ത് 62 ലക്ഷം ആൾക്കാർക്കാണ് ഇപ്പോൾ പെൻഷൻ തുക അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു പെൻഷൻ തുക ഇപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഷൻ തുക 2000 രൂപ 500 രൂപയോളം വർദ്ധിപ്പിച്ച് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 2500 രൂപയാക്കി മാറ്റും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓരോരോ ഗഡുക്കളായിട്ട് അവരിപ്പോൾ തന്നു തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 2-3 ഗഡുക്കൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെൻഷൻ മുടങ്ങിയവർക്ക്. അതുപോലെ തന്നെ ഈ ഒരു മാസവും അവർക്ക് 2 ഗഡുക്കൾ നൽകുന്നതായിരിക്കും. അതായത് ഏകദേശം ഒരു 3200 രൂപയോളം ഈ ഒരു മാസം അവർക്ക് അക്കൗണ്ടിലോട്ട് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കുടിശ്ശിക മൊത്തവും തീർക്കും. അതായത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള കംപ്ലീറ്റ് കുടിശ്ശിക എമൗണ്ടും തന്നു തീർക്കും എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ പെൻഷൻ തുക കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറവ് വന്നിട്ടുള്ളവർക്കും ഈ ഒരു മാസം തന്നെ ആ ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതായത് ഇപ്പോൾ 8 ലക്ഷം ആൾക്കാർക്ക് കേന്ദ്ര വീതമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കേന്ദ്ര വീതം കിട്ടുന്നവർക്കാണ് ആ ഒരു എമൗണ്ട് കുറഞ്ഞ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേന്ദ്ര വീതവും കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ എമൗണ്ട് കിട്ടുന്നത്. അത് ഏകദേശം ഈ ഒരു മാസത്തോടു കൂടി തന്നെ കേന്ദ്ര വിഹിതത്തിൻ്റെ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതായത് വാർദ്ധക്യ അതുപോലെ വികലാംഗ വിധവ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ ഒരു കേന്ദ്ര വിഹിതം കൊടുക്കുന്നത്. അത് ഏകദേശം 200 തൊട്ട് 500 രൂപയാണ് ഇപ്പോൾ കേന്ദ്ര വിഹിതമായിട്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവർക്കാണെങ്കിൽ 200 രൂപയാണ് കേന്ദ്ര സഹായം കിട്ടുന്നത്. അതിപ്പോൾ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 500 രൂപ കേന്ദ്ര വിഹിതമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർക്കും കേന്ദ്ര വിഹിതം നൽകുന്നുണ്ട്. 80% മുകളിൽ അംഗപരിമിതി ഉള്ളവർക്കാണെങ്കിൽ അത് ഏകദേശം 18 തൊട്ട് 80 വയസ്സിനുള്ളിൽ ഉള്ള ആൾക്കാർക്ക് 300 രൂപയാണ് കേന്ദ്ര വിഹിതമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 500 രൂപയാണ് വികലാംഗർക്ക് കേന്ദ്ര വിഹിതമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർക്ക് 300 രൂപയാണ് കേന്ദ്ര വിഹിതം കിട്ടുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ 1200 അല്ലെങ്കിൽ 1300 1500 ആ ഒരു രീതിയിലൊക്കെ എമൗണ്ട് വന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആ ഒരു കേന്ദ്ര വിഹിതത്തിൻ്റെ ആ ഒരു എമൗണ്ടും കൂട്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന രീതിയിൽ മെസ്സേജ് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാക്കുക. നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരമോ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ളവർ ഉറപ്പായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മസ്റ്ററിങ് കാര്യങ്ങളും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അത് ഹാജരാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യങ്ങളും കൂടിയൊക്കെ നിങ്ങൾ ഹാജരാക്കിയാൽ മാത്രമായിരിക്കും ഇനി ഉറപ്പായിട്ടും നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. കാരണം ഈ ഒരു പെൻഷൻ ഇപ്പോൾ 2500 രൂപയാക്കി ചിലപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെയും കൂടി ആകുമ്പോഴത്തേക്കും ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ്. ഇപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യേണ്ട എമൗണ്ടും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും അർഹതയും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ കിട്ടുക. അതുകൊണ്ട് അവർ എന്തൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ മുടങ്ങാണ്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഹാജരാക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വിധവ പെൻഷനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടുള്ള എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടത് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. ഈ ഒരു ന്യൂസ് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.